കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് TV-യിലേക്ക് നിസ്സീമമായ സ്വാഗതം. പി എന്ന അക്ഷരം വളരെ പൗരുഷത്തോടു കൂടിയ ഒരക്ഷരമാണ് പി എന്ന അക്ഷരം. പി എന്ന അക്ഷരത്തിൽ പെടുന്നതായിട്ടുള്ള മിക്കവാറും ആൾക്കാരെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അധ്യക്ഷ സ്ഥാനത്ത് അതിന് ഒരു രാജകീയ തുല്യമായിട്ടുള്ള കസേര ഉള്ളതായിട്ടിരിക്കുന്നതായിട്ടുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് വേണം പറയാനായിട്ട്. വളരെയധികം നന്മയും മറ്റു കാര്യങ്ങളും ആർക്കും ഒരു തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. വളരെ സൗന്ദര്യവാനാണ്. അതുപോലെ ആരോഗ്യ ദൃഢഗാത്രവാന്മാരായിരിക്കും. പെട്ടെന്നൊന്നും ഇവരെ രോഗങ്ങൾ അലട്ടാൻ സാധ്യത വളരെ കുറവുള്ള ഒരു നക്ഷത്രമാണ്. കർമ്മകുശലതയുള്ളവരായിരിക്കും ഏതൊരു കർമ്മത്തിനും. അപ്പോൾ വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ വരയ്ക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഈ ബോർഡ് എഴുതുക, ഇങ്ങനെയൊക്കെയുള്ള വര, കൈപ്പട, ഇതിലൊക്കെ വലിയ ശ്രദ്ധേയമായിട്ടുള്ള ആൾക്കാരായിരിക്കും പി എന്ന് പറയുന്ന അക്ഷരത്തോടു കൂടിയ ആൾക്കാർ. ഇവർക്ക് മറ്റൊരു പ്രത്യേകത വെച്ചാൽ എന്തൊരു രഹസ്യം കാണിച്ചാലും മറ്റൊരാൾ പിടിക്കപ്പെടത്തില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ കൗശലം. വളരെ കൗശലക്കാരായിട്ടുള്ള ഒരു ആൾക്കാരാണ് ഈ പി എന്ന് പറയുന്നത്. ആത്മാർത്ഥ ബോധമുള്ള ആൾക്കാരാണ്, ആത്മാർത്ഥതയുണ്ട്, ഒക്കെയുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുന്നായ്മയും കുശുമ്പും ഒക്കെയുള്ള ആൾക്കാരാണ്. ആ കുന്നായ്മയും കുശുമ്പും എത്ര മനസ്സിലുണ്ടെങ്കിലും കാണിക്കത്തില്ല. ചിരിച്ചും കളിച്ചും ഒക്കെ നിന്ന് ആൾക്കാരെ വശീകരിക്കാൻ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ധനസമ്പാദനത്തിനോ ഇത്ര മിടുക്കരായിട്ടുള്ള ആൾക്കാരില്ല. അത്ര നന്മയുള്ള നക്ഷത്രമാണ് പി എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഉന്നതഗതിയൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. പക്ഷെ ഇവർ എന്തൊക്കെ രീതിയിൽ കള്ളം കാണിച്ചാലും പിടിക്കത്തില്ല. ചിരിച്ചും കളിച്ചും നിന്ന് അതിന് ആ കള്ളത്തരത്തെ മറയ്ക്കാൻ ഏത് രീതിയും അവർ നോക്കും. അത്ര നന്മയുള്ളൊരു നക്ഷത്രമാണ് ബി എന്ന് പറയുന്നതായിട്ടുള്ള ആൽഫബറ്റോട് കൂടിയ നക്ഷത്രം. എനിക്കറിയാവുന്ന അനേകം ആൾക്കാരുണ്ട്, അനേക സുഹൃത്തുക്കളുണ്ട് എനിക്ക്, ചാനലിൽ തന്നെ ഉണ്ടേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് തന്നെയല്ല, നല്ല സൗന്ദര്യവാന്മാരാണ് ഇവർ. കൃത്യനിഷ്ഠ ഇതൊക്കെ പാലിക്കുന്ന ആൾക്കാരാണ്. ജോലിയിൽ ഭയങ്കര പ്രൊഫഷണത്വം. അവർ തന്നെ പറയും, ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് കൂലി വേണം. സത്യമാണ് അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടാണ് പ്രയോഗിക്കുന്നതെങ്കിൽ എൻ്റെ ബുദ്ധിക്കുള്ള കഴിവിനുള്ള വരുമാനം എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞുള്ള ഒരവസ്ഥയാണ് പി എന്ന് പറയുന്ന നക്ഷത്രത്തിനുള്ള എന്നാണ് പറയുന്നത്. പക്ഷെ മനോദുഃഖങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. മനോദുഃഖങ്ങൾ അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ദാമ്പത്യ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കും. മിക്കവാറുള്ള ആൾക്കാരൊക്കെ പ്രേമിച്ച വിവാഹം കഴിക്കുന്നു. പ്രേമം അവരുടെ ഒരു നൈപുണ്യമാണ്. ആരെയും വശീകരിച്ചെടുക്കുന്ന ആളാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സംസാരിച്ചാണേലും ധനത്തിനാണേലും സ്ത്രീയാണേലും ഏത് രീതിയിലാണേലും വളരെ നൈപുണ്യത്തോടു കൂടി ഇങ്ങനൊന്നും ദേഷ്യപ്പെടത്തില്ല സമൂഹത്തിൽ. പക്ഷെ കുടുംബത്തിൽ നന്നായിട്ട് ദേഷ്യപ്പെടും. അതാണ് പ്രശ്നം. അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും നല്ല ഗൃഹനിർമ്മാണം, നല്ല ഗൃഹങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള ഒരു മധ്യവയസ്സിന് ശേഷം 40-44 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നല്ല ഗൃഹം ഉണ്ടാകാൻ, ഒരു 30-40 വയസ്സിനും ഇടയ്ക്കൊക്കെ നല്ല വാഹനം ഉണ്ടാകാൻ, പുതിയ വാഹനം, അത് തന്നെയല്ല ഇരുചക്ര വാഹനങ്ങളും 4 വീലറും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ആൾക്കാരാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ആഡംബര സ്വഭാവത്തോട്, കുടുംബക്കാരിൽ നിന്നും ഒരു സഹായമോ മറ്റു കാര്യങ്ങളോ ബന്ധുജനങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ആർജിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള, ജീവിതത്തെ വാശിയും വീറുമായിട്ട് കണ്ട് നന്മയിലേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള നക്ഷത്രക്കാരാണ് പി എന്ന് പറയുന്ന നക്ഷത്രക്കാർ. അത്രയ്ക്ക് മനോധൈര്യമുള്ള നക്ഷത്രമായി ഏതിനെ ചേർത്ത് നിൽക്കാൻ കഴിവുള്ളൊരു നക്ഷത്രം കൂടാണ് പി എന്ന് പറയുന്നത്. എന്ത് സീക്രട്ടുകളും വേറൊരാളുടെ സീക്രട്ട്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. ചാരന്മാരെ പോലെ, CBIക്കാരെ പോലെ എന്ത് സീക്രട്ടുകളും ഞൊഴഞ്ഞെടുക്കാൻ കഴിവുള്ള ഒരു അക്ഷരം കൂടാണ് ഈ പി എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ അവർ പറഞ്ഞ് ധരിപ്പിച്ച് അവരുദ്ദേശിക്കുന്ന സ്പോട്ടിൽ തന്നെ അത് കൊണ്ടെത്തിക്കും. അതാണ് പിയുടെ പ്രത്യേകത. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്കാരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ
എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീയമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.